മറ്റു വിഷയത്തിലേക്ക് വരുമ്പോൾ ഡൽഹിയിലേക്കാണ്. അവിടെ ആം ആദ്മി പാർട്ടിയെക്കുറിച്ചാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ ED അറസ്റ്റ് കൊണ്ട് മാത്രം കാര്യങ്ങൾ ഒതുങ്ങുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് ആം ആദ്മി പാർട്ടി. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അദ്ദേഹത്തിൻ്റെ PA വൈഭവ് കുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ PA സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. ഇന്നലെ ഉണ്ടായ കാര്യം, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചിരിക്കുന്നു. പറയപ്പെടുന്നത് അദ്ദേഹം BJPയിലേക്ക് പോകും. EDയെ പേടിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡൽഹിയിൽ നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രാഷ്ട്രപതി ഭരണം വരാൻ സാധ്യതയുണ്ടോ? അതാണോ ഈ സെൻട്രൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? രേഷ്മ കരുതുന്ന പ്രതിസന്ധി എന്തായിരിക്കും? രേഷ്മ കരുതുന്ന പ്രതിസന്ധി അവിടുത്തെ സർക്കാർ നിലം പതിക്കുക എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ നിലം പതിക്കുക എന്നതിനേക്കാൾ വലിയൊരു ക്രൈസിസ് അല്ല, ഒരു ആക്രമണം, ഡൽഹിക്ക് മേലുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതിൻ്റെ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്നു, 2 മന്ത്രിമാർ ജയിലിൽ കിടക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി വലവിരിക്കുന്നു. ED നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചോദ്യം ചെയ്യുന്നതനുസരിച്ച് അവർ രാജിവെക്കുന്ന കഥയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കെ, ഒരു പാർട്ടി ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി ഒരു സഖ്യത്തിൻ്റെ ഭാഗമായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ അവരുടെ നേതാക്കളെ വേട്ടയാടി തുറുങ്കിലടിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു പാർട്ടിയിൽ നേതാക്കൾ മുഴുവൻ ജയിലിലായി കഴിഞ്ഞാലും താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കോർഡിനേറ്റ് ചെയ്യാൻ പാകത്തിന് തക്ക കേഡർഷിപ്പുള്ളൊരു പാർട്ടിയൊന്നുമല്ല ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിയുടെ ഘടന തന്നെ അങ്ങനെ ഒരു കേഡർ സ്വഭാവമുള്ളതല്ല. അവർക്കൊരു ഐഡിയോളജി തന്നെ ഉണ്ടോ എന്ന് വെച്ചാൽ ഐഡിയോളജിയേക്കാൾ ഉപരി ഒരു വികാരമാണ് ആ പാർട്ടി നയിക്കുന്നത്. എന്താണ്? ആൻറ്റി കറപ്ഷൻ വികാരമാണ് ആ പാർട്ടി നയിക്കുന്നത്. പിന്നെ ആം ആദ്മി എന്ന മറ്റൊരു വികാരം, സാധാരണക്കാരുടെ പാർട്ടി എന്നൊരു വികാരം. അങ്ങനെ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഐഡിയോളജി എന്ന് വെച്ചാൽ RSS പ്രവർത്തകർ മുഴുവൻ നേതാക്കളെ എടുത്ത് ജയിലിലിട്ടാലും അതിൻ്റെ പ്രവർത്തകർ പ്രവർത്തിക്കും. കാരണം അതിനൊരു ഐഡിയോളജി, ഒരു കേഡർഷിപ്പുണ്ട്. CPMൻ്റെ നേതാക്കളെ പിടിച്ച് ജയിലിൽ അടച്ചാൽ അവരുടെ പാർട്ടി പ്രവർത്തിക്കും. കാരണം അവർക്ക് നേതാക്കളില്ലെങ്കിലും പ്രവർത്തിക്കാൻ ആവശ്യമായ ഐഡിയോളജിയുണ്ട്, കേഡറുമുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടി അങ്ങനെ ഒരു പാർട്ടിയല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളെ മുഴുവൻ അകത്തിട്ടാൽ കോൺഗ്രസിൻ്റെ അണികൾ ചലിക്കണമെന്നില്ല. അതുപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും. അപ്പോൾ ആ പാർട്ടിക്ക് ചലിക്കാൻ കഴിയാത്ത വിധം അതിൻ്റെ നേതാക്കളെ മുഴുവൻ തുറുങ്കിലടച്ച് ആ പാർട്ടിയിൽ നിന്ന് ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവരിക, അണികളുടെ മുറയിൽ തകർക്കുക, അതും തെരഞ്ഞെടുപ്പ് കാലം നോക്കണം. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ പാർട്ടികൾക്കുള്ള പ്രാധാന്യമാണ്. നമ്മൾ ആലോചിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഈ വിശ്വാസ വോട്ടെടുപ്പിൻ്റെ സമയത്ത് പാർട്ടി കൊടുക്കുന്ന വിപ്പിനാണ് പ്രാധാന്യമെന്ന് കോടതികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഒരു പാർട്ടിയുടെ ഭാഗമായി ഒരു ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു, എനിക്ക് എൻ്റേതായ പൊളിറ്റിക്കൽ കൺവിക്ഷൻ ഉണ്ടാകും, എൻ്റെ പാർട്ടിയുടെ നിന്ന് വിഭിന്നമായൊരു കൺവിക്ഷൻ എനിക്കുണ്ടാകും. ഒരു പുതിയ പ്രശ്നം പാർലമെൻറ്റിൽ ഉയർന്നു വരുമ്പോൾ അതിനോട് ഞാൻ അക്കാഡമിക്കലായി അതിനെ സമീപിച്ച് അതിനോടൊരു നിലപാട് സ്വീകരിച്ച് എനിക്ക് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. അതാണ് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ പ്രത്യേകത. അതുകൊണ്ടാണ് പാർട്ടികൾക്ക് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. പാർട്ടി കൊടുക്കുന്ന വിപ്പിനാണ് അവിടെ പ്രാധാന്യം എന്നിരിക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധം ഈ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ഇവരെ വേട്ടയാടി തുറങ്കിലടക്കുക എന്ന് പറഞ്ഞാൽ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എത്രമാത്രം ഫ്രീ ആൻഡ് ഫെയർ ആണ് എന്ന് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തും. ഇവിടെ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഡൽഹി പിടിക്കുക എന്നുള്ളതാണ്. ഡൽഹി പിടിക്കുക, പഞ്ചാബിൽ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ ആം ആദ്മി പാർട്ടിയെ തീർക്കാനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. ഡൽഹിയിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സ്ഥാനവും അധികാരവും മാത്രമുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാളും ആ സർക്കാരിനേക്കാൾ, അത് താഴെ പോകുന്നതിനേക്കാളും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ ഇല്ലാതാക്കുന്ന നീക്കം നടക്കുന്നതാണ്. ഈ കേന്ദ്രത്തിൻ്റെ ഇൻറ്റൻഷൻ ഫലം കാണുന്നുണ്ടോ? അല്ല, ഇതിൽ ഈ അജിംസ് പറഞ്ഞ ഈ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഫലം കാണുന്നു, ചെറിയ രീതിയിൽ ഫലം കാണുന്നുള്ളതാണ്. ഈ മന്ത്രി ഒരു ED ചോദ്യം ചെയ്യൽ വന്നപ്പോഴേക്ക് മന്ത്രി രാജിവെക്കുന്നു. അദ്ദേഹം ആം ആദ്മി പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, BJPയിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ പ്രഷർ ടാക്ടിക്സ് ചിലയിടത്ത് വർക്ക് ചെയ്യും. അങ്ങനെ ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവില്ല, ചിലയിടത്ത് ശരിയാവും അറിയില്ല. ഇപ്പം തന്നെ കണ്ടില്ലോ, ഈ നരേന്ദ്രമോദി വാഷിംഗ് മെഷീനിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട ഡസൻ കണക്കുന്ന നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് BJPയിലെത്തിയത്? ഈ പ്രഷർ ടാക്ടിക്സാണ്. ED വന്ന് ചോദ്യം ചെയ്യുന്നു, അടുത്ത ആഴ്ച BJPയിലെത്തുന്നു. അങ്ങനെ അത് BJPക്ക് ഗുണം ചെയ്യുന്നുണ്ട്, പലയിടത്തും ആളുകൾ കിട്ടിയിട്ടുണ്ട്. ആ നിലക്ക് നോക്കുമ്പോൾ അജിംസ് പറഞ്ഞവർ ഇങ്ങനെ കുറേ അധികം നേതാക്കൾ പോയാൽ ആം ആദ്മി പാർട്ടിക്ക് എന്ത് സംഭവിക്കും എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ ആ പ്രശ്നം അവിടെ ഇരിക്കുക തന്നെ ഞാൻ അതിൻ്റെ പോസിറ്റീവായ ഒരു ഘടകം കാണുന്നത്. ഇപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റ് അതൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആയിരുന്നു എന്ന് BJP മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം
ഉത്തരേന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഇദ്ദേഹം നൗഫലിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, യോഗേന്ദ്ര യാദവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ടെലിവിഷനിൽ കാണുന്നതല്ല, ടെലിവിഷനിൽ കാണുന്നതല്ലെന്ന് വെച്ചാൽ ഈ നാഷണൽ ടെലിവിഷൻ എന്ന് പറയുന്ന ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകൾ, ചാണക ചാനലുകൾ എന്ന് പറയാവുന്ന ആ ചാനലുകൾ എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പക്ഷെ അതിൽ കാണുന്നതല്ല ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 2004 ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് ഇത് വർക്ക് ചെയ്യാൻ പോകണില്ല എന്ന് പ്രവചിച്ച അപൂർവം മനുഷ്യരിൽ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ തിരിച്ചടി ഉണ്ടാവും എന്ന് BJP മനസ്സിലാക്കുന്നുണ്ട്. ഈ പറയുന്ന ഇവരുടെ തന്നെ ഈ ഗോഡി മീഡിയ തന്നെ ഒപ്പീനിയൻ പോളുകൾ താഴോട്ട് നേരത്തെ 400-ൻ്റെ അടുത്ത് സീറ്റ് കൊടുത്തിരുന്ന പല ചാനലുകളും 200 ചില്ലാൻ സീറ്റുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുതരം എന്താ പറയുക അസ്വസ്ഥകര ഒരു ഫ്രൻസി സിറ്റുവേഷൻ BJPക്ക് ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കാട്ടുക, എന്തെങ്കിലും ചെയ്തു കൂട്ടുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റ് അത് ഗുണത്തേക്കാളേറെ ദോഷകരമാണെന്ന് അവർ വിലയിരുത്തുകയാണ്. അപ്പോൾ അതിന് എഗൈൻ ഒന്ന് മറികടക്കണം. അപ്പം അതുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ പറയുന്ന ആം ആദ്മിയെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചതെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ ഈ ധ്രുവ് റാഠിയുടെ ഇതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ചു. കോടിക്കണക്കിന് മനുഷ്യരാണ് ആ ചെറുപ്പക്കാരനെ കേൾക്കുന്നത്. ഇത് നമ്മുടെ രാജ്യം അപകടത്തിലേക്കാണ് പോകുന്നത്. നേരത്തെ ഇപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ AAP മത്സരിക്കുന്ന സമയത്ത് പൊതുവെ വന്നൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, ദില്ലി ഭരിക്കാൻ കേന്ദ്രം ഭരിക്കാൻ മോദിജി, ദില്ലി ഭരിക്കാൻ അരവിന്ദ് ജി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ലൊരു ഗവേണൻസും ഒരു ഡിസിപ്ലിനൊക്കെ വരും അവിടെ കേന്ദ്രത്തിൽ മോദിജി വന്നാൽ. ഇവിടെ അരവിന്ദ് ജിയുമായിട്ടുള്ള ആളുകൾ വരട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലൈനായിരുന്നു പൊതുവെ സ്വീകരിക്കപ്പെട്ടത്. അതങ്ങനെയല്ല. ഇവന്മാർ ഇങ്ങനെ പോയാൽ അത് രാജ്യത്തിന് അപകടം ചെയ്യും എന്ന് വിചാരിക്കുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡിമാർക്കേഷൻ ലൈനുണ്ടല്ലോ, BJP രാഷ്ട്രീയം, BJP വിരുദ്ധ രാഷ്ട്രീയം, അതിനിടയിൽ ആ വിഭജന രേഖ കൂടുതൽ സുവ്യക്തമായി വരികയാണ് ചെയ്യുന്നത്. അതിനെ കൂടുതൽ വ്യക്തമാക്കുന്നതിൽ, കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരുന്നതിൽ ഈ നിലക്കുള്ള നടപടികൾ ഗുണകരമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ നിന്ന് തുരത്തുക എന്നതിനപ്പുറത്തേക്ക് ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഇനിയും ദിവസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇനിയും EDയുടെ പുതിയ നീക്കങ്ങളുണ്ടാകും, കേന്ദ്രത്തിൻ്റെ നീക്കങ്ങളും ഉണ്ടാകും. കാത്തിരിക്കാം. നമസ്കാരം.